മരതക കണ്ണുള്ള യക്ഷി. കരിമ്പനകൾ കാറ്റുപിടിച്ചുലയുന്ന ആ പാലക്കാടൻ രാത്രിയിൽ മാധവൻ തൻ്റെ പഴയ തറവാട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഇടവയിൽ പെയ്തു തോർന്ന മഴയുടെ മണം അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു പാതിരാപ്പൂവിൻ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പാതയോരത്തെ കാട്ടുചെമ്പകത്തിന് ചുവട്ടിൽ ഒരാളെ കണ്ടത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം. അവളുടെ ചർമ്മം നിലാവ് പോലെയായിരുന്നു. കാറ്റിൽ പറക്കുന്ന കറുത്ത നീളമുള്ള മുടിയിലകൾ. അവൾ മാധവനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾക്ക് മരതക പച്ച നിറമായിരുന്നു. ഇത്ര വൈകി എങ്ങോട്ടാണ്? അവൾ ചോദിച്ചു. ശബ്ദം പുല്ലാങ്കുഴൽ നാദം പോലെ മനോഹരമായിരുന്നു. ഭയത്തിന് പകരം മാധവന് തോന്നിയത് വല്ലാത്തൊരു ആകർഷണമാണ്. തറവാട്ടിലേക്ക്, അവൻ പതർച്ചയോടെ പറഞ്ഞു. ഞാനും വന്നോട്ടെ കൂടെ, നമുക്ക് ഒരുമിച്ച് പോകാം, കൂട്ടിനാളായല്ലോ. അവൾ നടക്കുമ്പോൾ പാദസരങ്ങൾ കിലുങ്ങിയില്ല. മറിച്ച് മണ്ണിൽ വീഴുന്ന മഞ്ഞുതുള്ളികൾ പോലെ ശബ്ദമില്ലാതെയാണ് അവൾ നീങ്ങിയത്. വഴിയിലുടനീളം അവൾ സുന്ദരമായ പഴയ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി മാധവൻ ചുറ്റുമുള്ള ലോകം മറന്നു. തറവാടിൻ്റെ പടിക്കെട്ടലെത്തിയപ്പോൾ അവൾ നിന്നു. എൻ്റെ കൂന്തലൊന്ന് കോതി തരാമോ? അവൾ ഒരു മരച്ചീർപ്പ് മാധവന് നൽകി. നിലാവത്ത് അവളുടെ മുടി ചീക്കിക്കൊണ്ടിരിക്കെ മാധവൻ അറിഞ്ഞു അവളുടെ മുടിക്ക് അസാധാരണമായ നീളമുണ്ട്. ചീകുന്തോറും അത് വളർന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റു വീശി. നിലാവ് മറഞ്ഞു. മാധവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ മനോഹരമായ ആ മുഖമുണ്ടായിരുന്നില്ല. പകരം മാംസമില്ലാത്ത താടിയെല്ലുകളും കൊയ്യിലാർന്ന ആ മരതക കണ്ണുകളും മാത്രം. അവൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ ജനാല ചില്ലുകൾ തകർന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ കണ്ടത് തറവാടിൻ്റെ പടിക്കൽ ബോധരഹിതനായി കിടക്കുന്ന മാധവനെയാണ്. അവൻ്റെ കയ്യിൽ ഒരു മരച്ചീർപ്പിന് പകരമുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ്റെ വാരികല്ലായിരുന്നു. ചുറ്റും കാട്ടുചെമ്പകപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു. ആരാണവൾ? എന്തിനാണ് അവൾ മാധവനെ പിന്തുടരുന്നത്? കഥയുടെ ബാക്കി ഭാഗം അറിയണമെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.